സർ, പാർട്ടി ജയിക്കുമ്പോൾ തോൽക്കുന്ന വി എസ് ജയിക്കുമ്പോൾ തോൽക്കുന്ന പാർട്ടി. വി എസിൻ്റെ വിയോഗം. ഇന്ന് കടലോളം ജനങ്ങളാണ് വി എസിനെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നിലവിൽ ആരാണ് ജയിച്ചിരിക്കുന്നത്? സുകുമാർ അഴീക്കോട് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. വി എസ് എന്നും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവാണ്. എന്നുവെച്ചാൽ എവിടെ അനീതി കണ്ടാലും ചോദ്യം ചോദിക്കും. വി എസ് പോയി എന്ന് വിചാരിച്ച് വി എസ് ഉയർത്തിയ ചോദ്യങ്ങളൊക്കെ ഇനിയും ബാക്കി ഇവിടെ നിൽക്കും. ആ ചോദ്യങ്ങൾ ബാക്കി സാധാരണക്കാർക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വി എസിൻ്റെ വേർപാടുണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടം അതാണ്. ആ ചോദ്യത്തെ എതിരേറ്റവരാണ് ഇവിടെ കൂടിയവരൊക്കെ. അത് മനസ്സിലാക്കണം. ക്ലാസ്സിലൊരു ചോദ്യം ചോദിക്കുന്നവനെ ചിലപ്പോൾ അധ്യാപകൻ പുറത്താക്കി നിർത്തും. പക്ഷെ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. വി എസിനെ എത്ര പ്രാവശ്യം പുറത്താക്കാൻ നോക്കി പിണറായി വിജയൻ? താനും വെട്ടിനിരത്തി, എല്ലാം തൻ്റെ കാൽ കീഴിലാക്കി. പക്ഷേ വി എസ് ഉയർത്തിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞത്, ഭരണപക്ഷത്തായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹം പെമ്പിളെ ഒരുമൈ സമരത്തിൽ മൂന്നാറിൽ അവിടെ അവർ നടത്തിയ ആ സ്ത്രീകൾ നടത്തിയ ആ സമരത്തിൽ പോയിരുന്നല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി ഓടി ഇവിടുന്ന്. വി എസ് ആണ് പോയിരിക്കുന്നത് അവിടെ സമരത്തിൽ. അത് എടുത്തു പറയേണ്ടുന്ന ഒന്ന് തന്നെയാണ് സർ. ആ ഒരു കാലഘട്ടത്തിലൊക്കെ നേതാക്കൾ തമ്മിൽ പാർട്ടി, അതായത് നമ്മൾക്ക് പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവർക്ക് ഭിന്നതകളില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും വി എസും ഒക്കെ ഒരേ കാറിൽ പോകുന്നതും. മാത്രമല്ല വി എസിനെ അന്ന് എനിക്കൊന്ന് കെ ബി ഗണേഷ് കുമാറാന്ന് തോന്നുന്നു വിമർശിച്ചപ്പോൾ പോലും സഭയിൽ വന്നിരുന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്, അദ്ദേഹത്തിനെ വിമർശിച്ചത് ഒരു നേതാവിന് ചേർന്ന പണിയല്ല എന്ന്. കാരണം വിമർശനങ്ങളാവാം, പക്ഷെ അതിനപ്പുറം അതീതമായിട്ട് ഇരു പാർട്ടിയും അത്രയും വിമർശിക്കാൻ അന്നത്തെ നേതാക്കന്മാർ സമ്മതിച്ചില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, വിമർശനങ്ങൾ അങ്ങനെയല്ലല്ലോ. അന്ന് അവർ തമ്മിൽ ഒരു പേഴ്സണൽ ഒരു ഇതുണ്ട്, ഐക്യമുണ്ടായിരുന്നു. എന്നാലല്ലേ ഒരു സംസ്ഥാനം നന്നായിട്ട് ഭരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയും മനോഹരമായിട്ട് അവർക്കൊക്കെ ഭരിക്കാനും കഴിഞ്ഞത്. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ലല്ലോ, ഒരു ഈസമാണല്ലോ, ഒറ്റ ഏകാധിപത്യ പോരാട്ടമാണല്ലോ. അവിടെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ വാഗൊണ്ട് പറയുവാനോ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുവാനോ പ്രതിപക്ഷം പറയുന്നതൊന്ന് കേൾക്കുവാനോ ഇന്നത്തെ നേതാക്കന്മാർ തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ. പക്ഷെ അന്നത്തെ കാലത്ത് ഇവരെയൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇനി നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായി. അത് കഴിഞ്ഞ് 2011 സീറ്റ് നിഷേധിച്ചു. പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, AKG സെൻറ്ററിൻ്റെ മുമ്പിൽ രാത്രിയിൽ പാതിരാത്രി വരെയും ജനങ്ങൾ അവിടുന്ന് പിന്മാറിയിട്ടില്ല. എവിടെ നിന്ന് ഈ അണ പൊട്ടി ഒഴുകി വരുന്നത് മാതിരിയാണ് ജനങ്ങൾ വന്നത്. ഇതേ തരത്തിൽ അണപൊട്ടി വന്നു. 2011 സീറ്റ് നിഷേധിച്ചപ്പോൾ വി എസിന് സീറ്റ് കൊടുക്കണമെന്നും പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതും കേഡർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീരുമാനമായിരിക്കും. ആ തീരുമാനം മാറ്റിക്കുറിക്കേണ്ടി വന്നു. 2011 സീറ്റ് കൊടുത്ത അവസാനം. പക്ഷേ പാർട്ടി അധികാരത്തിൽ വന്നില്ല. പാർട്ടി അധികാരത്തിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയം വായിച്ചിട്ടുള്ളവർക്കും മനസ്സിലാക്കിയിട്ടുള്ളവർക്കും ഇതിൽ നോക്കിക്കാവുന്നതാണ്. വന്നിരുന്നുവെങ്കിൽ വി എസ് തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമായിരുന്നു. വി എസിൻ്റെ കൈയും കാലും കെട്ടിയിട്ടാണ് 2006 മുതൽ 2011 വരെ ഭരിക്കാൻ വിട്ടത്. അറിയാമോ? അന്ന് പാർട്ടി സെക്രട്ടറിയാണ് മുഴുവൻ കാര്യങ്ങളും തീർച്ചപ്പെടുത്തുന്നത്. ഇന്ന് കേരള മുഖ്യമന്ത്രി തന്നെ പാർട്ടി സെക്രട്ടറിയുമായിട്ട് ആണിരിക്കുന്നത്. വി എസിൻ്റെ ഒരു ജനകീയത എന്ന് പറയുന്നത് നമ്മളാരും കാണാത്ത തരത്തിലുള്ള ഒരു ജനകീയതയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗ ധോരണി, ആ പ്രസംഗം അങ്ങോട്ട് ഒഴുകുകയാണത്. അതൊരു പ്രത്യേക ആംഗ്യ വിക്ഷേപത്തോടെ, ശരീര ചലനങ്ങളോടെ, വായ്ത്താരി ആരോഹണ അവരോഹണ ക്രമത്തിൽ ഇങ്ങനെ വരികയും ഒക്കെ ചെയ്യുന്നു. അതൊരു 3 പ്രാവശ്യം അങ്ങനെ നീട്ടി പറയുക. ഈ കുട്ടികൾ പോലും അതിങ്ങനെ ഈ മിമിക്രി വേദികളിലൊക്കെ ഇങ്ങനെ വി എസിനെ അനുകരിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വി എസ് അത്തരത്തിൽ വലിയ ജനകീയനായി മാറി എന്നുള്ളതാണ്. ഞാനെപ്പോഴും ഓർക്കുന്നത് EMSൻ്റെ വേർപാടുണ്ടായപ്പോഴൊക്കെ
കേരള രാഷ്ട്രീയം നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് പിന്നീട് അയ്യോ ഇനി എന്ത് ശൂന്യതയാണെന്ന് ഞാനത് ഇപ്പോഴും കാണുന്നുണ്ട്. EMS ഇല്ലാത്ത ഒരു കേരളം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞാൻ പിന്നെ ഓർക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് EMS ഇല്ലല്ലോ എന്നുള്ളത്. അത് EMSൻ്റെ മകൾ EM രാധയെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചൊക്കെ നഗരവീഥികളിലൊക്കെ കാണുമ്പോൾ ഞാൻ പറയാറുമുണ്ട്, EMS ഇല്ലാത്ത കേരളവും ഒരു തെരഞ്ഞെടുപ്പും കൂടിയാണല്ലോ മാഡം കടന്നുപോയത് എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാറുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാവുന്നത് VS ഇല്ലാത്ത, VS അനാരോഗ്യമായിട്ടേറെ നാളായിട്ട് ചില കാര്യങ്ങളൊന്നും അറിയുന്നില്ല, നിശബ്ദനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതികരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നു പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കോൺഗ്രസിൽ വെച്ച് കോട്ടയത്ത് വെച്ച് ജനങ്ങൾ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആരവം അങ്ങ് തുടങ്ങും. അതിനുമുമ്പ് ഈ സദസ്സിലേക്ക് ഇവിടെ വേദിയിൽ വന്ന് കയറുമ്പോഴോ സദസ്സ് മുഴുവൻ ഒന്നടങ്ക ഇളകി മറിയുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ചിലർക്ക് സഹിക്കത്തില്ല, അസഹിഷ്ണുതയാണ്. കോട്ടയത്ത് സമ്മേളനത്തിൽ വെച്ച് പ്രസംഗം കഴിഞ്ഞ് VS പോയിരുന്നിട്ടും അടുത്തത് പ്രസംഗിക്കാൻ എഴുന്നേറ്റത് പിണറായി വിജയനാണ്. അപ്പോഴും ജനം ഈ VSന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിക്ക് സഹിക്കുമോ? അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമെത്തി. പിണറായി പറഞ്ഞ് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ്റിൽ കിടക്കണം, ഇവിടെ ഇത് പാർട്ടി സമ്മേളനമാണ്, ഇത് ഉഷാ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല ഇവിടെ എന്നാണ് പറഞ്ഞത്. ഒരിച്ചൊരിയുന്ന മഴയത്ത് മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് VSന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയത്. VSനെ കൊണ്ടുവന്ന് ഒരിക്കൽ ഈ പിണറായി വിജയൻ നടത്തിയ ഒരു കേരള യാത്ര കഴിഞ്ഞ് ശംഖുമുഖത്ത് അവസാനിപ്പിക്കുന്നു. അവിടെ VS വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ആകാംക്ഷയിലിരിക്കുകയാണ്. VS ഒടുവിലെത്തി ആ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ ശംഖുമുഖം. ഒരു സൈഡ് കടൽ, അപ്പോഴതിന് കറക്റ്റായിട്ട് പിണറായി വിജയൻ ഒരു ഉറുദു കവിതയിലെ വരികളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സമുദ്രത്തിലെ ഈ തിരമാലകൾ ഇങ്ങനെ ആടി വരികയല്ലേ, സമുദ്രം അലതല്ലുകയാണ്. ഈ സമുദ്രത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തൊരു കുട്ടി ബക്കറ്റിലാക്കി. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഇതിലെ ആ തിരമാലകൾ എന്താണ് ഈ ബക്കറ്റിനകത്തില്ലാത്തത് എന്ന്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കും, പ്രസ്ഥാനമാണ് വലുത്, വ്യക്തിയല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VSനെ അവിടെ ഇരുത്തിയത്. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ കടലും തിരമാലകളും ഒക്കെ ഇപ്പോൾ തലസ്ഥാനത്തും ഇനി എനിക്ക് തോന്നുന്നു ആലപ്പുഴ വരെയും ഉണ്ടാകും. VSൻ്റെ ഈ ഭൗതിക ശരീരം അഗ്നിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞാലും VS ഇവിടെ ഉണ്ട്. ആ ദേഹമില്ലെങ്കിലും VS ഉയർത്തിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാനും VSന് ശേഷം ആരും ഇല്ല എന്നുള്ളതാണ്. VS ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ EMSും VSും ഒക്കെ ജീവിച്ചിരുന്ന കാലത്തിൽ എനിക്കും ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് ഞാൻ സന്തോഷിക്കുന്നത്. ഞാനും അവരുടെ കാലത്താണ്, എനിക്ക് പറയാം വരും തലമുറയോട്, അവരുടെ കാലത്താണ് ഞാനും ജീവിച്ചിരുന്നത് എന്ന്.